വാരം മതുക്കോത്ത് ആൽമരക്കൊമ്പിൽ തട്ടി കണ്ടെയ്നർ റോഡിൽ വീണു. നായാട്ടുപാറയിലെ ഫ്ലൈവുഡ് ഫാക്ടറിയിലേക്ക് കൊണ്ടുപോകുന്ന ലോഡാണ് അപകടത്തിൽപ്പെട്ടത്. ഈ സമയം റോഡിൽ മറ്റു വാഹനങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും തലനാരിഴയ്ക്ക് രക്ഷപ്പെടുകയായിരുന്നു. ആൽമരത്തിന്റെ കൊമ്പ് റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന രീതിയിലായിരുന്നു ഉണ്ടായത്. ഇതുവഴി ലോറി കടന്നുപോയപ്പോൾ കണ്ടെയ്നർ ആൽമരത്തിന്റെ കൊമ്പിൽ തട്ടി താഴെ വീഴുകയായിരുന്നു. ഈ സമയത്ത് ലോറിക്ക് സമീപത്തായി കാറും ബൈക്കും ഉണ്ടായിരുന്നു. എന്നാൽ ഭാഗ്യം കൊണ്ട് അപകടങ്ങളൊന്നും സംഭവിക്കാതെ ഇരു വാഹനങ്ങളും കടന്നുപോയി. ഹൈവേയിലൂടെ പോകുന്ന ഈ വാഹനങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ തടസ്സമായിട്ട് ഇങ്ങനെ പല ഭാഗത്തും ഇങ്ങനെ മരം ഇങ്ങനെ ഇതായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള നമ്മൾ അതിൻ്റെതായിട്ട് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തയ്യാറാകുന്നില്ല. ഒന്നെന്ന് പറഞ്ഞാൽ ഇതിലെ പോകുന്ന വാഹനങ്ങളെല്ലാം ഇങ്ങനെ മരത്തിൻ്റെ ഇതിൽ ഉള്ള തടസ്സം ശരിക്കും നേരിട്ടിട്ടുണ്ട് ജനങ്ങൾക്ക്. പിന്നെ അത് കൂടാതെ എന്ന് പറഞ്ഞാൽ പിന്നെ പൊതുജനങ്ങൾക്ക് വല്ലാതെ പിന്നെ അപകടം ഉണ്ടാകാതെ എന്തോ ഭാഗ്യത്തിന് വേറെ ഒരു വണ്ടിക്കൊന്നും തട്ടിയിട്ട് ഇതൊന്നും ഇതായില്ല. അല്ലേ വളരെ ഇതായിട്ട് റഷായിട്ട് പോകുന്ന റോഡാണ്. ഒരുപാട് വാഹനങ്ങൾ പല ഇതിലും അങ്ങനെ പോകുന്നത്. അപ്പോൾ എന്തോ ഭാഗ്യത്തിന് വേറെ ഒന്നും സംഭവിച്ചില്ല എന്ന് പറയാം. അതുകൊണ്ട് ഈ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് എല്ലാ പൊതുജനങ്ങളടക്കം ഇത് സംസാരിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് എന്തിനായാലും ഇതിനൊരു പിന്നെ ഇത് പരിഹാരം ചെയ്യണം എന്നതാണ് പറയാനുള്ളത്. ഇതിന് മരം മാത്രമല്ല, പല മരങ്ങൾ ഇതിൻ്റെ ഭാഗത്ത് അപകട സൂചകമായി നിൽക്കുന്ന കുറേ മരങ്ങൾ അതെല്ലാം പുറത്ത് മാറ്റണം. താഴെ കിട്ടും. വണ്ടി പോകുമ്പോൾ വണ്ടിക്ക് തട്ടിയില്ലാതെ പോകുന്നു. അപ്പോൾ ഇത് വലിയൊരു അപകടത്താണ് നമ്മൾ രക്ഷപ്പെട്ടത്. അപ്പോൾ അതിന് അധികൃതർ അത്രയും ഗൗരവത്തോടെ കാണും. നായാട്ടുപാറയിലുള്ള പ്ലൈവുഡ് ഫാക്ടറിയിലേക്ക് മെറ്റീരിയലുമായി എത്തിയതായിരുന്നു കണ്ടെയ്നർ ലോറി. അപകടം നടന്നതിന് ശേഷം ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചുമാറ്റാനാവില്ലെന്നായിരുന്നു അറിയിച്ചത്. ശേഷം സ്ഥാപനത്തിന്റെ ഉടമകൾ എത്തി ക്രെയിൻ ഉപയോഗിച്ച് കണ്ടെയ്നർ ഉയർത്തി മറ്റൊരു വാഹനത്തിൽ കയറ്റി കൊണ്ടുപോവുകയും ചെയ്തു. ഏറെ നേരം ഗതാഗത തടസ്സമാണ് ഈ മേഖലയിൽ അപകടം കൊണ്ട് ഉണ്ടായത്. മറ്റു പല സ്ഥലങ്ങളിലും റോഡിലേക്ക് മരങ്ങൾ ചെരിഞ്ഞു നിൽക്കുന്നതായും കൊമ്പുകൾ അപകടാവസ്ഥയിൽ നിൽക്കുന്നതായും കണ്ടെത്തിയിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്.